അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഖാലത്തു ലി സൗജിഹാ മാ റഅയ്തു മിൻക ഖൈറാ, നിങ്ങളിൽ നിന്ന് ഒരു ഖൈറും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു മങ്ക പറഞ്ഞാൽ, ഒരു പെണ്ണ് പറഞ്ഞാൽ, ഓ പെണ്ണേ, നീ എത്ര വലിയ നിസ്കാരക്കാരിയാണെങ്കിലും, നീ എത്ര വലിയ നോമ്പുകാരിയാണെങ്കിലും, നീ എത്ര വലിയ സൽക്രമം ചെയ്തവരാണെങ്കിലും, അല്ലാഹുവിന്റെ കോടതിയിൽ നിന്റെ നന്മകൾ മുഴുവനും തട്ടിപ്പോയി, അത് മുഴുവനും വെട്ടിക്കളഞ്ഞുപോയി. യജമാനന്റെ കോടതിയിൽ നീ പ്രതിയാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് നന്മയുടെ ലഘുലേശം ഉണ്ടാവില്ല. ഇത് പറഞ്ഞത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പോരാ ഫാത്തിമ വ അമ്മൽ മുഅല്ലഖത്തും ബിരിജ്ലൈഹാ ഫകാനത് ഇംറഅത്തുൻ തഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി الزوജി വലാ തഗ്തസിലു മിനൽ ഹൈളി വൻ നിഫാസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓ ഫാത്തിമ, അതേ കാലുകൾ ബന്ധിക്കപ്പെട്ട ഒരു വിഭാഗം പെൺകൊടിമാരെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തിയില്ലേ ഫാത്തിമ? അല്ലാഹുവിന്റെ നരകത്തിൽ കാലുകൾ ബന്ധിച്ചുകൊണ്ട് ക്രൂരമായ അല്ലാഹുവിന്റെ അദാബ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം പെൺകൊടിമാർ, അവരെ പറ്റി ഞാൻ പറഞ്ഞില്ലേ ഫാത്തിമ? അവരാരാണെന്നറിയോ ഫാത്തിമ? ഭർത്താവിന്റെ അനുമതി കൂടാതെ ഷോപ്പിങ്ങിന് പോകുന്ന പെണ്ണാണ് ഫാത്തിമ. ഭർത്താവിന്റെ അനുമതി കൂടാതെ ഊരു ചുറ്റുന്ന പെണ്ണാണ് ഫാത്തിമ. ഭർത്താവിന്റെ അനുമതി കൂടാതെ നാട്ടിലേക്ക് പോകുന്ന പെണ്ണാണ് ഫാത്തിമ. അവൾ ഷോപ്പിങ്ങിന് പോകുന്നു, കടകമ്പോളങ്ങളിൽ കയറിയിറങ്ങുന്നു, ഗ്രാമങ്ങളിൽ നിന്ന് അവൾ പട്ടണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു, കടകളായ കടകൾ മുഴുവനും കറങ്ങി നിറക്കുന്നു. അതേ ആ പെണ്ണ് അവരുടെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കാതെ, ഭർത്താവിന്റെ അനുമതി വാങ്ങാതെ കെട്ടി അഴിച്ചുവിട്ട ആട്ടിൻപറ്റങ്ങൾ നടക്കുന്നത് പോലെ അങ്ങാടികളിലൂടെ ഊരു ചുറ്റുന്ന പെൺകൊടിമാര്, ആ പെൺകൊടിമാർക്ക് അല്ലാഹു നൽകുന്ന അദാബാണ് ഫാത്തിമ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ മുൻഗാമികളായ ഉമ്മമാർ, നിന്റെ മുൻഗാമികളായ ഉമ്മമാർ, നിന്റെ മുൻഗാമികളായ സഹോദരിമാർ, അവരുടെ ശരീരത്തിന്റെ ഒരൽപ്പം പോലും പുറത്തു കാണിക്കാൻ അവർ പേടിച്ചിരുന്നു. യജമാനന്റെ കോടതിയിൽ, അല്ലാഹുവിന്റെ മഹ്ശറയിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന തീഷ്ണമായ പേടി അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചപ്പോ അവരവരുടെ ശരീരത്തിന്റെ മുഴുവനും മറച്ചുപോയി, മുഖം മുഴുവനും മറച്ചുപോയി, കയ്യിന് ഗ്ലൗസ് ഇട്ടുപോയി, കാലിന് ഷോക്സ് ഇട്ടുപോയി, മുഖമക്കന കൊണ്ട് മുഖം മറച്ചുപോയി. ആ പെൺകൊടിമാരെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ആധുനികതയുടെ ഭൗതികതയുടെ ഭ്രമം ബാധിച്ചുകൊണ്ട് നീ ഈ സുഖലോലുപലതയിൽ കഴിഞ്ഞു പോയാൽ എന്റെ പെങ്ങളെ, നിനക്ക് രക്ഷയില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അതാ ഒരു സ്വഹാബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, പെണ്ണേ, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്, ഞാൻ മടങ്ങി വരുന്നതുവരെ ഈ വീട് വിട്ട് നീ പുറത്തു പോകാൻ പാടില്ല. ഭർത്താവിന്റെ നിർദ്ദേശമാണ്. ആ സ്വാലിഹത്തായ പെണ്ണ് അത് പൂർണ്ണമായി സമ്മതിക്കുകയാണ്. ഇല്ല ഭർത്താവേ, നിങ്ങളുടെ അനുമതി കൂടാതെ, നിങ്ങൾ മടങ്ങി വരാതെ ഈ വീടിന്റെ പൂമുഖത്തേക്ക് ഞാൻ ഇറങ്ങുകയില്ലെന്ന പെണ്ണ് വാക്ക് കൊടുക്കുകയാണ്. ഭർത്താവ് യുദ്ധത്തിന് പോയി. എന്റെ പെങ്ങളെ ആലോചിക്കണം, ദിവസങ്ങൾക്ക് ശേഷം അതാ ഒരു ചെറുപ്പക്കാരൻ ഓടി വരികയാണ്. ഓടി വന്നുകൊണ്ട് പറഞ്ഞു, പെണ്ണെ, നിന്റെ പിതാവ് വളരെ അത്യാസന്ന രോഗത്തിൽ കഴിയുകയാണ്, നിന്റെ പിതാവിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പിതാവിന്റെ സമീപത്തേക്ക് നീ വരണം എന്നാ പെണ്ണിനോട് പറഞ്ഞപ്പോൾ ആ പെണ്ണൊരു ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ പോകണം. ഈ ദുനിയാവിന്റെ കോടതി അവിടെയാണ്,
ആ കോടതിയിലെ ജഡ്ജി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ജഡ്ജിയോട് ചോദിക്കണം, ഭർത്താവിന്റെ അനുമതിയില്ലാതെ എന്റെ വാപ്പാടെ രോഗസന്ദർശനത്തിന് പോകാൻ എനിക്ക് അനുമതിയുണ്ടോ? നബി തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞയക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നു. നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരേ, ഇന്ന പെണ്ണ് അവരുടെ ഭർത്താവ് അങ്ങയുടെ സഹാബത്തിനോടൊപ്പം യുദ്ധത്തിന് പോയിരിക്കുകയാണ്. ആ പെണ്ണിന്റെ പിതാവ് രോഗശയ്യയിലാണ്. ആ പ്രിയപ്പെട്ട പിതാവ് രോഗശയ്യയിലായി കിടക്കുമ്പോ ഈ മകളെ ഒന്ന് കാണാൻ ആശ വെക്കുന്നുണ്ട്. പോകാൻ അനുമതിയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ആ പെണ്ണിന്റെ ഭർത്താവിന്റെ അനുമതിയുണ്ടോ? ഇല്ല നബിയെ, അനുമതി കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ പെണ്ണിന് വാപ്പാന്റെ രോഗസന്ദർശനത്തിന് നടന്നു പോകാൻ അല്ലാഹു അനുവദിക്കുന്നില്ല മോനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ചിന്തിക്കണം. അവിടെയാണ് ഒരു പെണ്ണിന്റെ ഈമാൻ ആലോചിക്കേണ്ടത്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സ്വഹാബി വനിതയുടെ ഈമാനിക ആവേശം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചിന്തിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ മുറുകെ പിടിക്കുന്ന ഒരു സ്വാലിഹത്തായ സ്വഹാബി വനിതയുടെ ഈമാനിക ആവേശവും പരിവേഷവും മണപൊട്ടിയൊഴുകുന്നത് അവിടെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ പെണ്ണിനോട് വന്ന് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഭർത്താവിന്റെ അനുമതിയില്ലെങ്കിൽ പിതാവിനെ സന്ദർശിക്കാൻ റസൂലുള്ളാഹിക്ക് അനുമതിയില്ല, റസൂലുള്ള സമ്മതം തന്നിട്ടില്ല. ആ പെണ്ണാ ചെറുപ്പക്കാരനെ മടക്കി അയക്കുകയാണ്. രണ്ടാമതും ആ ചെറുപ്പക്കാരൻ ആ സഹോദരിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ആ പെണ്ണിനോട് വന്നു പറയുന്നു, പെണ്ണേ, നിന്റെ പ്രിയപ്പെട്ട പിതാവ് മരണാസന്ന അവസ്ഥയിലാണുള്ളത്, മരണാസന്ന രോഗശയ്യയിലാണുള്ളത്, കട്ടിലിൽ കിടന്നുകൊണ്ട് പിടക്കുകയാണ്. ആ പിതാവിന്റെ അവസാന അഭിലാഷമെന്ന നിലയിൽ മകളായ നിന്നെയൊന്ന് കാണാനും നിന്നോടൊരു വാക്ക് പറയാനും ആഗ്രഹമുണ്ട്. ആ പിതാവിനെ നിനക്കൊന്ന് കാണണ്ടേ പെണ്ണേ? ആ പിതാവിനോട് അവസാനമായി നിനക്കൊരു സലാം പറയണ്ടേ പെണ്ണേ? ആ ചെറുപ്പക്കാരൻ പറയുമ്പോ ആ പെണ്ണ് ആ ചെറുപ്പക്കാരനോട് വീണ്ടും പറയുകയാണ്, ഈ വീടിന്റെ പൂമുഖത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുമതി എന്റെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നില്ല. അത് ലഭിക്കാത്ത കാലത്തോളം എനിക്കിറങ്ങാൻ എന്റെ മതം എന്നെ അനുവദിക്കുന്നില്ല, എന്റെ മതം അതിനെന്നെ അനുവദിക്കുന്നില്ല. ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറയുകയാണ്. അതായാൾ നിരാശയോടെ മടങ്ങിപ്പോയി. കുറച്ചു ദിവസം കഴിയുമ്പം തുളുമ്പുന്ന കണ്ണുകളോടെ ആ ചെറുപ്പക്കാരൻ വീണ്ടും അതാ സഹോദരിയെ സമീപിക്കുകയാണ്. വന്നുകൊണ്ട് പറയുന്നു, പെണ്ണേ, നീ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച, നിന്റെ കൈപിടിച്ച് നിന്നെ നടക്കാൻ പഠിപ്പിച്ച, നിനക്ക് പുത്തൻ പുടവകൾ വാങ്ങിത്തന്ന, നിന്നെ നല്ലൊരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്ത, നിന്നെ പാഠശാലയിലേക്ക് പറഞ്ഞയച്ച, നിന്റെ ജീവന്റെ തുടിപ്പായ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു പോയി. നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവനറ്റ ശരീരമെങ്കിലും അവസാനമായി ഒരു നിമിഷം കാണാൻ നിനക്ക് മോഹമില്ലേ പെണ്ണേ? നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജനാസയെങ്കിലും നിനക്ക് കാണണ്ടയോ? ആ പെണ്ണവിടെ നിന്നുകൊണ്ട് വിതുമ്പുകയാണ്. ആ പൊന്നുമോളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്, ചുണ്ടുകൾ ചലിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് പറയുന്നു, സ്നേഹിത, എനിക്ക് വരണമെന്നുണ്ട്, എന്റെ ഉപ്പാന്റെ പൊന്നാര പൂമുഖം എനിക്ക് കാണണമെന്നുണ്ട്. അവസാനമായി ജീവനറ്റ ആ ശരീരത്തിലെങ്കിലും ഒരു ചുംബനമർപ്പിക്കണമെന്ന ആശയുണ്ട്. പക്ഷേ എന്റെ ഭർത്താവിന്റെ അനുമതിയില്ല. അനുമതി കൂടാതെ പുറത്തു പോകാൻ എന്റെ മതം എന്നെ അനുശാസിക്കുന്നില്ല. എന്റെ യജമാനന്റെ തീരുമാനത്തിനെതിരാണ്, എന്റെ ഹബീബിന്റെ തീരുമാനത്തിനെതിരാണ്. അതുകൊണ്ട് എന്നെ അതിന് നിർബന്ധിക്കേണ്ടതില്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് സഹോദരനെ മടക്കി അയക്കുകയാണ്.
കുറച്ചു സമയം കഴിഞ്ഞപ്പോ അതാ കുറഞ്ഞ ആളുകൾ കൂടി ഒരു മയ്യത്ത് കട്ടിലിൽ ഒരു ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും ഉരുവിട്ടുകൊണ്ട് അതാ മദീനയുടെ മലർവാടിയിലൂടെ ദിക്റിന്റെ തഹ്ലീലിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അതാ ഒരു ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആലോചിക്കണം. ഈത്തപ്പന വീടിന്റെ ഉള്ളിലിരുന്ന് ഈത്തപ്പനയുടെ ഓലകൾ മെല്ലെ അകത്തിയിട്ട് അതിന്റെ ഉള്ളിലൂടെ കിട്ടിയ ദ്വാരത്തൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, തന്റെ പ്രിയപ്പെട്ട ആങ്ങളമാർ, തന്റെ പ്രിയപ്പെട്ട അമ്മാവന്മാർ ചുമന്നുകൊണ്ടുവരുന്ന ജനാസ തന്നെ പോറ്റി വളർത്തിയ പിതാവിന്റെ ജനാസയാണ്, തനിക്ക് ജന്മം നൽകിയ ഉപ്പയുടെ ജനാസയാണ്. ആ ചെറിയ ഈത്തപ്പനയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആ പാവപ്പെട്ട പെൺകുട്ടി അവളുടെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുക്കുകയാണ്. അവര് വിതുമ്പി വിതുമ്പി കരയുകയാണ്. അവിടെ നിന്ന് ആ പാവപ്പെട്ട പെൺകുട്ടി ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, اللهم اغفر لي أبي وملجأ محبتي وقطعة قبدي. അർഹമുറാഹിമായ റബ്ബേ, എനിക്ക് ജന്മം നൽകിയ പിതാവിന്റെ ജനാസയാണ് ചുമന്നുകൊണ്ടുപോകുന്നത്. എന്റെ പിതാവിന്റെ ജീവനറ്റ ശരീരം പോലും എനിക്ക് കാണാൻ അവസരം ലഭിച്ചില്ല. എന്റെ പിതാവിന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. എന്റെ പിതാവിനു നീ പൊറുക്കണേ അല്ലാ. ഒരു മകളുടെ ഹൃദയാന്തരത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്, ഒരു മകളുടെ അവസാനത്തെ ദുആയാണ്, പിതാവിനോടുള്ള അവസാനത്തെ അംഗീകാരമാണ്, ഹൃദയത്തിൽ നിന്ന് വേദനിക്കുന്ന ദുആ. ഞാൻ ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട പിതാവിനെ ഖബറടക്കി എല്ലാവരും മടങ്ങി അന്ന് രാത്രിയിൽ ആ സഹോദരി കിടന്നിറങ്ങുമ്പോ മദീന സമൂഹം മുഴുവനും ഉറക്കത്തിലേക്ക് വഴുതി വീഴപ്പോ അതാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മെല്ലെ അതാ തന്റെ തലയണയിലേക്ക് തലചാച്ചപ്പോഴേക്ക് വഔഹല്ലാഹു ഇലാ റസൂലില്ലാഹ്, ബഹുമാനപ്പെട്ട റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന നേതാവിനെ തട്ടി ഉണർത്തിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹി റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, ഓ പ്രിയപ്പെട്ട നബിയേ, ഇന്നൊരു പിതാവിന്റെ ശരീരം ഇവിടെ മറമാടിയില്ലേ നബിയേ. ആ പ്രിയപ്പെട്ട പിതാവിന് ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു മകളുള്ളേ നബിയേ. ഭർത്താവിനെ അനുസരിച്ചതിന്റെ പേരിൽ സ്വന്തം വീട് വിട്ട് പുറത്തു പോകാതെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ പേടിച്ച് വീടിന്റെ ഉള്ളറയിൽ ജീവിതം സംശുക്തമാക്കിയ, വീടിന്റെ ഉള്ളറയിൽ ഒതുങ്ങിക്കൂടിയ ആ പാവപ്പെട്ട മകളുടെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആ വാപ്പാക്ക് പുറത്തു കൊടുത്തു നബിയേ. പോരാ, അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തില് ഉന്നതമായ പദവി നൽകി നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിന്റെ അനുമതി കൂടാതെ ഊരു ചുറ്റാനിറങ്ങുമ്പോഴേക്ക് നാട്ടിൽ ഭർത്താവില്ലെങ്കിൽ, ഭർത്താവ് ജോലിക്ക് പോയതാണെങ്കിൽ, ഭർത്താവ് വിദേശത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ നിന്റെ വയസ്സായ മാതാപിതാക്കളെ സന്ദർശിക്കാൻ പോലും നിനക്ക് അള്ളാഹുവിന്റെ മതം അനുവദിക്കുന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി,
എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിസാര പ്രശ്നത്തിന്റെ പേരിൽ, വളരെ നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ നീ പഞ്ചായത്തിന്റെ പടികൾ ചവിട്ടിക്കയറാറുണ്ടല്ലോ, നീ മാർക്കറ്റിൽ ഊരു ചുറ്റാറുണ്ടല്ലോ, അയൽവാസികളുടെ വീട്ടിൽ ഫിത്നയും ഫസാദും പറയാൻ ഇറങ്ങിത്തിരിക്കാറുണ്ടല്ലോ. അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു പെണ്ണിന്, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന ഒരു പെണ്ണിന് ഇത് സാധ്യമാണോ പെങ്ങളെ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ, വേറൊരു വിഭാഗം പെൺകൊടിമാരെ ആ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ഫാത്തിമ. അവരുടെ സ്വഭാവം എന്താണ്? അമ്മല്ലതീ തഅകുലു ജസദഹാ ഫകാനത് തസീനു ലിർരിജാലി വതഗ്താബുൻ നാസ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ പെൺകൊടിമാർ അവരുടെ സ്വന്തം ശരീരത്തിലെ മാംസങ്ങൾ ഇങ്ങനെ കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്, സ്വന്തമായി കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. നരകത്തിന്റെ ചൂടേറ്റുകൊണ്ട് അതാ ഉരുകിയൊലിക്കുന്ന മാംസഖണ്ഡങ്ങളെ ആ പെൺകൊടിമാരതാ ചവച്ചരച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. അവരാരാണെന്നറിയോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വകാനതു തസീനു ലിർരിജാൽ, അന്യപുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കുന്ന പെണ്ണുങ്ങളാണവർ. അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ, അന്യപുരുഷന്മാരുള്ള സദസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോ കണ്ണിന് കൺമശിയിട്ട് കറുപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ, മുഖത്ത് പൗഡറിട്ട് വെളുപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ,